30 കോടി രൂപയാണ് സാങ്ഷൻ ചെയ്തത്. ഏകദേശം സാങ്ഷൻ ചെയ്ത് 3 വർഷമായിട്ട് അതിന് റീടാറിംഗ് പോലും നടത്താത്ത റോഡ് ടെൻഡറായിട്ട് ഇന്ന് വരെ ആ റോഡ് ഏറ്റെടുക്കാൻ ആളില്ല. ഏറ്റെടുത്തു, അതിന് നടത്താനുള്ള സംവിധാനം ഇല്ല. അപ്പൊ ഇപ്പം ഓൾഡ് MCC അതിനെ കുറിച്ച് ഇൻഫോർമേഷൻ തരും. ഇത് എപ്പോ നടത്തും, എങ്ങനെ നടത്തും? ഇല്ലെങ്കിൽ അടിയന്തരമായിട്ട് ടെമ്പററി പാച്ച് വർക്ക് നടത്തുന്ന സംവിധാനം ചെയ്യണം. പിന്നെ മുഖ്യമന്ത്രി വന്ന സമയത്ത് ചെക്ക് പോസ്റ്റിന്റെ ഞാൻ തീരുമാനിക്കുന്നു. ആ രീതിയിലാണ് മന്ത്രിന്റെ ടേബിളിൽ ഫയലുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ജനങ്ങൾ പറഞ്ഞ പഞ്ചായത്തുകാർ ഇടപെടുന്നില്ല, MLA ഇടപെടുന്നില്ല. MLA നിരന്തരമായി പ്രചരിച്ച് ഞങ്ങളടക്കം 40 തവണ MLA പോയി കണ്ടു. അപ്പൊ അയാൾ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അല്ല മീയപ്പതോലേക്ക് വന്നാൽ മൊത്തം റോഡിന് പണി കൊടുക്കാണ് ബസ്സുകാർ ഇപ്പം ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് റോഡ് പോലെ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഏത് രീതിയിൽ മുഖ്യമന്ത്രി വരുമ്പോൾ റോഡ് റിപ്പയർ ചെയ്തോ ആ രീതിയിൽ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റോഡിൽ ടെമ്പർ ചെയ്യണം. ഞങ്ങൾക്ക് ഇവരെ കയ്യിലുള്ള മന്ത്രിയുടെ പെൻഡിങ്ങാണ് ഒപ്പിട്ടില്ല. ആ രീതിയിലാണ് പറയുന്നത്. നമുക്കൊരു ഉറപ്പ് തന്നാലേ ഞങ്ങൾ വീട്ടിൽ പോകുള്ളൂ, ഇല്ല ഞങ്ങൾ പോകില്ല. നാട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഇപ്പൊ റോഡിൽ ആൾക്കാരൊക്കെ അടുത്തിട്ടില്ല. നിരന്തരം നമ്മൾ അവിടെ റിക്വസ്റ്റ് ചെയ്യും. ബസ് അസോസിയേഷൻകാർ ബന്ധപ്പെട്ട് അവർ പറയുന്നത് പാച്ച് വർക്ക് ചെയ്യാതെ നമ്മൾ അതിന് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അപ്പൊ ആളുകൾ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ നമുക്ക് ഈ റോഡ് ഏകദേശം 3 വർഷമായി. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രോബ്ലം നമുക്ക് എവിടെയാണ് ഇത് പാലിച്ചു വരുന്നത്? ഇവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഇവർ മെമ്പർസാണ്. ഇവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ഞങ്ങൾ ജനപ്രതിനിധികൾ, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത ഞങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ പോലും ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ അവിടെ ഉള്ളത്. കരാറുകാർ പറഞ്ഞാൽ സാങ്ഷൻ ആയിട്ട് കിട്ടുന്നു. ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഗവൺമെന്റിലാണ്. അതെ, ഗവൺമെന്റിലേക്ക് ഞങ്ങൾ നിങ്ങളോട് റിക്വസ്റ്റ് ഗവൺമെന്റിലേക്ക് സമ്മർദ്ദം ചെയ്യണം. Okay, second step we will go to the government. That's no problem. Hello sir, ഇവിടെ നമ്മുടെ ഹലോ സർ രാജന സാർ, നമ്മുടെ കുത്രോളി കൺസ്ട്രക്ഷൻ അവിടെ നമ്മുടെ PWD കൊടുത്തിട്ടുണ്ട് സാങ്ഷൻ വേണ്ടി. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ കഴിഞ്ഞ പോലെ പബ്ലിക്കാണ് അവിടെ കൂടിച്ച് മണ്ണിലിട്ടിട്ട് ഒരു ലെവലൊക്കെ ഇതുണ്ടായിരുന്നു. എത്ര പ്രാവശ്യമായി ഗാഡി 1 കിലോമീറ്റർ ജനപ്രതിനിധികളെ കൂട്ടില്ല. ഫയൽ കിടക്കുന്നത് സിന്റെ ഓഫീസിലാണ്. അവിടുന്നാണ് ചെയ്യേണ്ടത്. മന്ത്രിയുടെ ഓഫീസിൽ അതിന്റെ റിവൈസ് എസ്റ്റിമേറ്റിലുള്ള സാങ്ഷൻ ലെറ്റർ ഇതുവരെ കിട്ടിയില്ല. ജില്ലാ പഞ്ചായത്ത്. Said, what to do? Are you coming? ഞാൻ പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ഞാൻ അതുവരെ സമരക്കാരെ പിന്നെ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ നമുക്ക് സമാധാനമായി. അടുത്ത ആൾക്കാർക്ക് നിങ്ങൾ വന്നാൽ കുറച്ച് ഞങ്ങൾ നിരന്തരം ഈ മത്സരങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം.